എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബാബു ജോസഫ്, ഒരു യോഗ പ്രകൃതി ചികിത്സ ഫിസിഷ്യനാണ്. ഞാൻ 1976 ഹൈദരാബാദിലെ ഗവൺമെൻറ് യോഗ പ്രകൃതി ചികിത്സാ കോളേജിൽ നിന്നും പ്രകൃതി ചികിത്സയിൽ ബിരുദമെടുത്ത് കേരളത്തിൽ പ്രാക്ടീസ് ആരംഭിക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നാലാഞ്ചിറ ബഥനി യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലും, തുടർന്ന് 1979 നവംബർ മുതൽ എറണാകുളത്ത് കാക്കനാട് ഉള്ള നേതാജി യോഗ പ്രകൃതി ചികിത്സാ യോഗ കേന്ദ്രത്തിലും, അതുപോലെ തന്നെ 1981 മുതൽ ഇന്ത്യയിലെയോ കേരളത്തിലെയോ അല്ലെങ്കിൽ ലോകത്തിലെയോ തന്നെ ആദ്യത്തെ യോഗ പ്രകൃതി ചികിത്സ ഗവൺമെന്റ് ആശുപത്രി ആയ വർക്കലയിലെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലും ജോലി ചെയ്തു. 2005 വരെ 25 വർഷം വർക്കലയിലെ ഗവൺമെന്റ് യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രിയിലെ CMO ആയി ജോലി ചെയ്തു. പിന്നീട് പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്ഥാപനമാണ്, അതിൻ്റെ ഡയറക്ടർ ആയി പോസ്റ്റിംഗ് കിട്ടി പൂനെയിൽ ജോലി ചെയ്തു. 2014 നവംബർ 30 റിട്ടയർ ചെയ്തതിന് ശേഷം എൻ്റെ സ്വന്തം സ്ഥാപനമായിരുന്ന നേതാജി യോഗ പ്രകൃതി ചികിത്സാ ആശുപത്രി കാക്കനാട് നടത്തി വരികയാണ്. യോഗ പ്രകൃതി ചികിത്സയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നടത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കാനിടയായതുകൊണ്ട് മാത്രം പറയുകയല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാൻ കഴിയും. ലോകത്ത് മനുഷ്യർക്ക് ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒരു ശാസ്ത്രശാഖയാണ് യോഗ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ പ്രചാരം വേണ്ടത്ര ലഭിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും അതിൽ ഓരോ ഘടകവും അല്ലെങ്കിൽ പ്രയോഗ രീതികളും മനുഷ്യന് എത്രമാത്രം ഉപകാരപ്രദമാണ് എന്ന് നേരിട്ട് കണ്ടനുഭവിക്കാൻ ഈ കഴിഞ്ഞ 54 വർഷത്തെ എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പറയുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനം ഉപവാസം എന്ന് തന്നെയാണ്. പ്രകൃതി ജീവനത്തിലും പ്രകൃതി ചികിത്സയിലും ഒന്നുപോലെ പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു ചികിത്സാ ഉപകരണമെന്ന് വേണമെങ്കിൽ പറയാം ഉപവാസം. ഉപവാസത്തെക്കുറിച്ച് പക്ഷേ വളരെയേറെ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് പട്ടിണിയായി ചിത്രീകരിക്കപ്പെടുകയും അപകടകരമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നൊരു സമൂഹമാണ് നമ്മളുടെ ഇടയിലുള്ളത്. എന്നാൽ ഉപവാസം വളരെ സേഫായിട്ട്, ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് അനുവർത്തിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരോഗ്യരക്ഷയും രോഗപ്രതിരോധവും രോഗചികിത്സയും നമുക്ക് നേടുവാനും കഴിയും. എന്താണ് ഉപവാസം എന്നാദ്യമേ നമുക്ക് നോക്കാം. ആഹാരം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല ഉപവാസം എന്ന് പറയുന്നത്. അത് ശാരീരികമായ വിശ്രമം, മാനസികമായ വിശ്രമം, ആന്തരിക അവയവങ്ങളുടെയും പഞ്ചേന്ദ്രിയങ്ങളുടെയും വിശ്രമം, ഇങ്ങനെയുള്ള 4 വിധത്തിലുള്ള ഫിസിക്കൽ, ഫിസിയോളജിക്കൽ, സെൻസറി ആൻഡ് മെൻ്റൽ റെസ്റ്റ് എന്ന് പറയുന്ന വിശ്രമ രീതിയാണ് വാസ്തവത്തിൽ ഉപവാസം എന്ന് പറയുന്നത്. ആ വിധത്തിൽ 4 രൂപത്തിലുമുള്ള വിശ്രമം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ ഉപവാസത്തിൻ്റെ പ്രയോജനമായിരിക്കില്ല. ഒരുപക്ഷെ പട്ടിണിയുടെ അപകടത്തിലേക്ക് അത് നീങ്ങിപ്പോകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫിസിക്കൽ റെസ്റ്റ്. ശാരീരികമായി കഠിനാധ്വാനം ചെയ്യുകയോ അല്ലെങ്കിൽ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ശ്രദ്ധ നമ്മൾ ഉദ്ദേശിക്കുന്നത് വിട്ട് മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് വേർതിരിയുകയോ ചെയ്താൽ ഉപവാസത്തിൻ്റെ പൂർണ്ണമായ പ്രയോജനം നമുക്ക് ലഭിക്കുകയില്ല. നമ്മുടെ ശരീരത്തിന് സ്വയം അതിൻ്റെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ സുഖപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് എന്നതാണ് പ്രകൃതി ചികിത്സയുടെ തന്നെ ഏറ്റവും അടിസ്ഥാന തത്വം. അപ്പോൾ ആ രോഗനിവാരണ ശക്തിയെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ ഏറ്റവും നല്ല അവസരമാണ് ഉപവാസം എന്ന് പറയുന്നത്. അതിനായി ഫിസിക്കൽ റെസ്റ്റ് നമ്മൾ ഉറപ്പാക്കണം. അന്ന് ശരീരത്തിന് ആയാസമുണ്ടാവുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാൻ പാടില്ല. രണ്ടാമത്തത് ഫിസിയോളജിക്കൽ റെസ്റ്റാണ്. അതായത് ആന്തരിക അവയവങ്ങൾക്ക് പരമാവധി റെസ്റ്റ് കൊടുക്കുക, വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ്.
അവിടെ വെള്ളമല്ലാതെ മറ്റെന്ത് കഴിച്ചാലും ശരീരത്തിന് ആയാസപ്പെടേണ്ടി വരുന്നുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് ദഹനം എന്ന പ്രക്രിയ അതിൽ മനസ്സിൻ്റെ, ബ്രെയിനിൻ്റെ, ഹാർട്ടിൻ്റെ, കിഡ്നിയുടെ, ലിവറിൻ്റെ എല്ലാം ഇൻവോൾവ്മെൻറ്റ് ആവശ്യമായി വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസമാണ് ഏറ്റവും ശരിയായ ഉപവാസം എന്ന് പറയുവാൻ കഴിയും. മറ്റ് ദഹനം ആവശ്യമുള്ള എന്ത് കൊടുത്താലും അതിനെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ഉപവാസം അല്ലെങ്കിൽ അപ്രോച്ച് ടു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ പൂർണ്ണമല്ലാത്ത ഉപവാസം എന്ന് വേണമെങ്കിൽ വിളിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് അല്ലാതെ ജ്യൂസ് ഫാസ്റ്റിങ്, ഫ്രൂട്ട് ഫാസ്റ്റിങ്, മോണോ ഡയറ്റ് ഫാസ്റ്റിങ്, റോ ഡയറ്റ് ഫാസ്റ്റിംഗ് എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. റോ ഡയറ്റ് കഴിച്ചിട്ട് അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് അതിനെ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിയല്ല. ആന്തരിക അവയവങ്ങൾക്ക് മറ്റ് ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്ക് അതിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നു എന്നതുകൊണ്ട് ഹീലിംഗ് പ്രോസസ്സ് പൂർണ്ണമായിട്ട് നടക്കാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഫിസിയോളജിക്കൽ റെസ്റ്റും നമ്മൾ ഉറപ്പാക്കണം എന്ന് പറയുന്നത്. മൂന്നാമത് സെൻസറി റെസ്റ്റാണ്. നമ്മുടെ കണ്ണും കാതും ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും പൂർണ്ണ വിശ്രമം നമ്മൾ അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ മനസ്സിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ രോഗനിവാരണ ശക്തിയുടെ ശ്രദ്ധ പോലും രോഗത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധം മനസ്സിൻ്റെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് തിരിയുവാനിടയുണ്ട്. അതുകൊണ്ട് സമ്പൂർണ്ണമായ സെൻസറി റെസ്റ്റ് പോലും നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അവിടെ ഇപ്പോൾ അല്പസ്വല്പം വായിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ സന്തോഷം തരുന്നതും നല്ലതുമായ കാര്യങ്ങൾ വായിക്കുക. അതുപോലും ഞങ്ങൾ പറയുന്നത് ഒരു പേജ് വായിച്ച് പുസ്തകം മടക്കി വയ്ക്കുക, 1 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ അടുത്ത ഒരു പേജ് വായിക്കാവൂ എന്നതാണ്. അത്രയും ശ്രദ്ധ ഉപവാസത്തിന് കൊടുത്താൽ ശരീരം വളരെ നന്നായി പ്രതികരിക്കുകയും രോഗനിവാരണം ഉറപ്പാക്കുകയും ചെയ്യും. ഇനി നാലാമത്തത് മെൻ്റൽ റെസ്റ്റാണ്. നമുക്കറിയാം ടെൻഷൻ, സ്ട്രെസ്സ് ഇതൊക്കെ ഇന്ന് രോഗകാരണങ്ങളിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിനും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തേണ്ടത് ഉപവാസത്തിൻ്റെ വിജയത്തിന് അല്ലെങ്കിൽ ശരിയായ ഉപവാസത്തിന് അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഉപവാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തന്നെ കാണേണ്ടതുണ്ട്. മെൻ്റൽ പീസ് കിട്ടത്തക്ക രീതിയിൽ വായിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാത്രം കുറച്ച് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവാത്ത രീതിയിൽ വളരെ കുറച്ച് വായിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് സംഗീതം ആസ്വദിക്കുന്നത്, പിന്നെ ഗ്രീനറി നമ്മൾ പച്ചപ്പ് കാണുന്നത് മനസ്സിന് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുകയും സ്ട്രെസ് ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെ നാലാമത്തെ ആവശ്യം. ഈ 4 ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടുകൊണ്ട് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരാളൊരു ദിവസം ഉപവസിക്കുമ്പോൾ അന്നത്തെ ദിവസം ശരീരത്തിനും മനസ്സിനും രോഗനിവാരണ ശക്തിക്കും, അതിനെ ഞങ്ങൾ വൈറ്റാലിറ്റി എന്ന ഒറ്റവാക്കിൽ പറയാറുണ്ട്. അതായത് ശരീരത്തിൻ്റെ രോഗനിവാരണ ശക്തി അല്ലെങ്കിൽ ഹീലിംഗ് പവർ എന്ന് പറയുന്ന അതിൻ്റെ പൂർണ്ണമായ ശ്രദ്ധ രോഗനിവാരണത്തിലേക്ക് തിരിച്ചുവിടുവാൻ ശരീരത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെ പ്രത്യേകത. മറ്റൊരു ജോലി തിരക്കുമില്ലാത്തതുകൊണ്ട് ശരീരശ്രദ്ധ, മനസ്സിൻ്റെ ശ്രദ്ധ, പഞ്ചേന്ദ്രിയങ്ങളുടെയും ശ്രദ്ധ, ആന്തരിക അവയവങ്ങളുടെ ശ്രദ്ധ, ശരീരത്തിൻ്റെ ശ്രദ്ധ എല്ലാം നമുക്ക് രോഗനിവാരണത്തിലേക്ക് തിരിച്ചുവിടുവാൻ പറ്റും. അങ്ങനെ വന്നാൽ വളരെ വേഗം നമ്മളുടെ രോഗങ്ങൾ മാറുന്നതായി കാണുവാനും കഴിയും. പ്രത്യേകിച്ചും അക്യൂട്ട് ഡിസീസസ്, ജലദോഷം, പനി, വയറിളക്കം, ഛർദി, തലവേദന, മറ്റ് ശരീരവേദനകൾ, ഈ കണ്ടീഷനിലെല്ലാം നമ്മളൊരു ദിവസത്തെ ഉപവാസം എടുത്താൽ തന്നെ വളരെ വേഗം നല്ലൊരു ശതമാനം എന്ന് പറഞ്ഞാൽ 90% റിലീഫ് നമുക്ക് കിട്ടും. വേണ്ടി വന്നാൽ ഒരു ദിവസവും കൂടി ഉപവാസം എടുത്താൽ അത് പൂർണ്ണമായിട്ടും മാറുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉപവാസത്തിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. മഹാത്മാഗാന്ധി 21 ദിവസം വീതം പലതവണ ഉപവസിച്ച അനുഭവം അല്ലെങ്കിൽ ഉദാഹരണം നമ്മളുടെ മുമ്പിലുള്ളപ്പോൾ ഉപവാസത്തെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഉപവാസമെടുത്തല്ല ആരും മരിച്ചിട്ടുള്ളത്. പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാനസിക വിഷമം കൊണ്ട് മരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ശാസ്ത്രീയമായ സ്വമനസാലെ ചെയ്യുന്ന സുരക്ഷിതമായ ഉപവാസം മൂലം ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല. നമ്മളത് പട്ടിണിയിലേക്ക് നീട്ടാതിരുന്നാൽ മതി, അല്ലെങ്കിൽ നീക്കിക്കൊണ്ട് പോകാതിരുന്നാൽ മതി. അശ്രദ്ധമായ ഉപവാസം തീർച്ചയായിട്ടും പട്ടിണിയിലേക്ക് നീങ്ങും. അത് അപകടകരമാണ്.
അങ്ങനെ അശ്രദ്ധമായിട്ടല്ല, പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ മനസ്സിൻ്റെ പൂർണ്ണ സാന്നിധ്യത്തോടെ ഉപവാസം അനുഷ്ഠിച്ചാൽ ഞാൻ പറഞ്ഞ ശരീരത്തിൻ്റെ രോഗനിവാരണ ശക്തി രോഗനിവാരണത്തിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുകയും രോഗനിവാരണം അനായാസമാക്കുകയും ചെയ്യും. ഇപ്പോൾ അക്യൂട്ട് ഡിസീസസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപവാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ. അതായത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. സമയത്ത് 1 ചെയ്യുന്നത് അസമയത്ത് 9 ചെയ്യുന്നതിനേക്കാൾ പ്രയോജനപ്രദമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു ജലദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ജലദോഷം ആരംഭിക്കുന്നതിന് മുമ്പ് എൻ്റെ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അനുഭവത്തിൽ നിന്നും ഇത് ജലദോഷമാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ആ ജലദോഷം വരാൻ കാത്തു നിൽക്കാതെ ആ ലക്ഷണം കാണുമ്പോൾ തന്നെ ഉപവാസം ആരംഭിച്ചാൽ ഒരുപക്ഷെ ജലദോഷം ഉണ്ടാവാതെ തന്നെ ഒറ്റ ദിവസത്തെ ഉപവാസം കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്ത് ആവശ്യം വന്നാലും ഉപവാസം എടുക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അതുകൊണ്ട് കിട്ടുന്ന സുഖം മറ്റേതെങ്കിലും രീതിയിൽ രോഗം മാറ്റാൻ ശ്രമിച്ചാൽ കിട്ടില്ല എന്ന് എനിക്ക് അനുഭവമുണ്ട്, ഉറപ്പുണ്ട്. ഞാനും ചെറുപ്പത്തിൽ പലപ്പോഴും മരുന്നുകൾ കഴിക്കേണ്ട ആവശ്യം വന്നിട്ടുള്ള ആളാണ്. നിസ്സാരമായ ജലദോഷം അല്ലെങ്കിൽ ജലദോഷം എന്ന് പറയാൻ പറ്റിയ വാസ്തവത്തിൽ ഇപ്പോൾ എനിക്കതിനെ കുറേ കൂടി മെച്ചമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. എൻ്റെ വയറിൻ്റെ കേടുകൊണ്ട് വയറിളക്കവും ഛർദിയും ദുർഗന്ധം ഉണ്ടാകുന്ന ഏമ്പക്കവുമൊക്കെ ദീർഘകാലം സ്റ്റുഡൻറ്റ് ലൈഫിൽ, അതായത് സ്കൂൾ ലൈഫിൽ അനുഭവിക്കുകയും പിന്നീടത് ജലദോഷത്തിലേക്ക് മാറുകയും ആ ജലദോഷം മാറാത്ത ജലദോഷമായി മാറുകയും അതിനെ തുടർന്നത് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ വേദന ഉണ്ടാക്കുന്ന അനുഭവത്തിലേക്കും തലവേദനയിലേക്കും മൈഗ്രെയിൻ ഹെഡേക്കിലേക്കും നേസൽ ബ്ലീഡിങ്ങിലേക്കുമൊക്കെ വളർന്ന അനുഭവം ഉള്ളയാളാണ് ഞാൻ. അതിനുവേണ്ടി ഞങ്ങളുടെ വില്ലേജിൽ നമ്മളുടെ മുൻ ഇന്ത്യൻ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ്റെ സ്ഥലം ഉഴവൂർ, അതാണ് എൻ്റെയും നാട്. ആ നാട്ടിലന്ന് മെഡിക്കൽ ഷോപ്പ് ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ മെഡിക്കൽ ഷോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത പ്രദേശമായ കുറവലങ്ങാട്, അവിടെയും KR നാരായണൻ പഠിച്ച സ്കൂളുണ്ട്, അവിടെയാണ് പിന്നെ മെഡിക്കൽ ഷോപ്പുള്ളത്. അവിടെ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നത് 3 വർഷം ഞാൻ തുടർച്ചയായി കഴിച്ച ഓർമ്മയുണ്ട്. പക്ഷേ രോഗം മാറുകയല്ല, ഇതിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സുഖമുണ്ട് എന്നുള്ളത് മാത്രം. പക്ഷേ അതിനെ തുടർന്ന് ഞാൻ ഹൈദരാബാദിലെ പ്രകൃതി ചികിത്സാ കോളേജിൽ പോയി ജോയിൻ ചെയ്ത് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ജലദോഷം അല്ലെങ്കിൽ സൈനസൈറ്റിസ്, തലവേദന, ഇതൊക്കെ എവിടെ പോയി, നേസൽ ബ്ലീഡിങ് എവിടെ പോയി എന്നറിയത്തില്ലാത്ത വിധം അത് മാറുകയുണ്ടായി. അവിടെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഞാനവിടെ ചെന്നപ്പോൾ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് ടീ അല്ലെങ്കിൽ സ്നാക്സ്, അതിൻ്റെ കൂടെ സ്നാക്സ്, പിന്നെ ഡിന്നർ, ഇങ്ങനെ 4 നേരത്തെ ആഹാരം ഉറപ്പാണല്ലോ എല്ലാ വീടുകളിലും. അതുകൂടാതെ തന്നെ കുട്ടികളാകുമ്പോഴത്തേക്കും പറമ്പിൽ ഇറങ്ങി നടന്ന് പറങ്കിമാമ്പഴം, മാമ്പഴം, ആഞ്ഞിലിച്ചക്കയുടെ പഴം, ചക്കപ്പഴം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്ട്രായാണ്. അത് ഈ 4 നേരത്തെ ഫുഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ കേരളീയർ എന്തായാലും. അതൊക്കെ ഇങ്ങനെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് പിന്നെയും കഴിക്കുന്ന സാധനങ്ങൾ. അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ഹൈദരാബാദിലെ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 നേരം മാത്രമേ ആഹാരം തരുമായിരുന്നുള്ളൂ. രാവിലെ ചോറും കറികളും തരും, വൈകുന്നേരം ചപ്പാത്തിയും കറികളും തരും. പിന്നെ വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് ചപ്പാത്തിയും കറിയും തന്നാൽ പിന്നെ ശനിയാഴ്ച രാവിലെ 10 മണിക്കേ ഉള്ളൂ ചോറും കറികളും കിട്ടുകയുള്ളൂ. വെള്ളിയാഴ്ച അവിടുത്തെ കലണ്ടറിൽ ഇല്ലായിരുന്നു. അന്ന് പൂർണ്ണമായിട്ടും നാരങ്ങാ വെള്ളത്തിൽ ശർക്കര കലക്കി, തേൻ കലക്കുന്ന മുതലാവില്ലാത്തത് കൊണ്ട്, ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്, സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ശർക്കര കലക്കിയ വെള്ളമാണ് ഞങ്ങൾക്ക് കുടിക്കാൻ തന്നുകൊണ്ടിരുന്നത്. ഇങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഇവിടെ വച്ച് പണ്ട് ചെരുപ്പും ബെൽറ്റും ഒന്നും വലിയ ഫാഷൻ അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ചാക്കുനൂലിട്ട് കെട്ടിയാണ് എൻ്റെ നിക്കറിനെ ഞാൻ അരയിൽ പിടിച്ചു നിർത്തിയിരുന്നത്. ആ സ്ഥാനത്ത് ഞാൻ അവിടെ ചെന്ന് 6 മാസം ഈ രീതിയിൽ ഭക്ഷണം കുറച്ച് അത് റെഗുലർ അവേഴ്സിൽ കഴിച്ച് അതിലൂടെ യോഗയും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ 6 മാസം കൊണ്ട് തന്നെ 6 കിലോ വെയിറ്റ് കൂടുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജലദോഷം, സൈനസൈറ്റിസ്, തലവേദന അതെല്ലാം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. ഇനി തിരിച്ച് ഉപവാസത്തെക്കുറിച്ച് വീണ്ടും പറയാം. എത്ര ദിവസം ഉപവാസം എടുക്കാമെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ
ഒരിക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഫാദറാണ് ടീച്ചറിനെ അവിടെ അഡ്മിറ്റ് ചെയ്തത്. കാരണം അദ്ദേഹം ഈ ഫാദറിന് പ്രകൃതി ചികിത്സയായിട്ട് ബന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തു. രണ്ടാം ദിവസം നമുക്ക് ഉപവാസം ആരംഭിക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം കൺവിൻസ്ഡ് ആയിട്ടില്ല. രാവിലെ ഭക്ഷണം 10 മണിക്ക് കൊടുക്കും, പിന്നെ വൈകുന്നേരം 5 മണിക്കേ ഉള്ളൂ. ഞങ്ങൾ ആ സ്റ്റുഡൻറ്റ് ലൈഫിൽ കിട്ടിയ രീതി തന്നെയാണ് പേഷ്യൻസിന് ഞാൻ ഇപ്പോഴൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 മണിക്കുള്ള ആഹാരം കിട്ടാതിരുന്നപ്പം ഉച്ചയായപ്പോഴത്തേക്കും ഇദ്ദേഹം ഫാദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് പറ്റില്ല, ഞാൻ തിരിച്ച് വീട്ടിൽ പോരുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നുണ്ട്, അവൾ ചിലപ്പോൾ അവിടെ നിന്ന് ചാടിപ്പോന്ന് കളയും, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ അവരുമായിട്ട് വീണ്ടും വൈകുന്നേരം സംസാരിച്ചു. അപ്പോൾ അവർ ഒരു ദിവസം ഉപവാസം പൂർണ്ണമായിട്ട് ചെയ്യാം, പിറ്റേ ദിവസം നമുക്ക് രാവിലെ കണ്ടിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞു. പിറ്റേ ദിവസം അവർ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചത്ര കുഴപ്പം കാണുന്നില്ല, അതുകൊണ്ട് ഒരു ദിവസവും കൂടെ ഒന്ന് ഉപവാസം എടുത്ത് നോക്കാം എന്ന് പറഞ്ഞ് 2-ാം ദിവസവും ഉപവാസം എടുത്തു. ആ ടീച്ചർ പിന്നെ ഉപവാസം അവസാനിപ്പിച്ചത് 21 ദിവസം കഴിഞ്ഞിട്ടാണ്. ആലോചിച്ച് നോക്കൂ. അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയത്തിൻ്റെ ആവശ്യം വരില്ല. മാറി നിന്ന് വിമർശിക്കുകയോ അല്ലെങ്കിൽ മാറി നിന്ന് കാണുകയോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉപവാസം പട്ടിണിയാണെന്ന് തോന്നുകയും അത് വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നുകയും ചെയ്യും. പക്ഷെ ഒരു നിർബന്ധവുമില്ലാതെ 21 ദിവസം വരെ എങ്ങനെ ഉപവസിച്ചു. എൻ്റെ അടുത്ത് ഉപവാസം എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ദീർഘമായ ഉപവാസം എടുത്തിട്ടുള്ളത് ഒരു മിസ്റ്റർ ഷൺമുഖമാണ്. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള അദ്ദേഹം 51 ദിവസം വെള്ളവും കരിക്കിൻ വെള്ളവും കുടിച്ചുകൊണ്ട്, അത് കരിക്കിൻ വെള്ളവും കൂടി ഉണ്ടായിരുന്നു, കരിക്കിൻ വെള്ളവും കൂടി കുടിച്ചുകൊണ്ട് ഉപവാസം എടുത്തിട്ടുണ്ട്. 51 ആക്കാനൊരു കാരണം, അതിനു മുൻപ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ആലപ്പുഴയിൽ നിന്ന് വന്ന് 50 ദിവസം ഉപവാസം എടുത്തിരുന്നു. അപ്പോൾ ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പം ഈ ഷൺമുഖം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഇത് റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ നിർത്തുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിൽ 51 ദിവസം വരെ ഉപവാസം എടുത്ത അനുഭവമുണ്ട്. അതുകൊണ്ട് എല്ലാ രോഗികളും എല്ലാ ശരീരപ്രകൃതമുള്ളവരും 51 ദിവസം ഉപവാസം എടുക്കണമെന്നോ അല്ലെങ്കിൽ ഗാന്ധിജി പോസ്റ്റ് പോലെ 21 ദിവസം ഉപവാസം എടുക്കണമെന്നോ എന്നൊന്നുമുള്ള നിയമമില്ല. നമ്മളുടെ അസുഖം മാറാൻ കൃത്യമായിട്ട് എത്ര ആവശ്യമുണ്ടോ അത്രയും മാത്രമേ ഉപവാസം എടുക്കാവൂ എന്നാണ് ഞങ്ങൾ പറയുന്നതും പഠിപ്പിക്കുന്നതും. കാരണം ശരീരത്തിൻ്റെ റിയാക്ടിവിറ്റി, ഉപവാസത്തോട് അത് പ്രതികരിക്കുന്ന രീതി അറിഞ്ഞ് ഉപവാസം നിർത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുകയും കൂടി വേണം. അല്ലാതെ അനിയന്ത്രിതമായ ദിവസങ്ങളിലേക്ക് ഉപവാസം നീട്ടിക്കൊണ്ടു പോകുക എന്ന് പറയുമ്പോൾ ഉപവാസം എന്ന് പറയുന്നത് പട്ടിണിയായി മാറുകയും അല്ലെങ്കിൽ സ്റ്റാർവേഷനായി മാറുകയും അത് നമുക്ക് ദോഷകാരിയായി മാറുകയും ചെയ്യും. ഇപ്പോൾ പൊട്ടി ശ്രീരാമലു എന്ന് പറഞ്ഞ ആന്ധ്ര മദ്രാസ് വിഭജനത്തിന് വേണ്ടി വെള്ളം പോലും കുടിക്കാതെ, വെള്ളം കുടിച്ചുകൊണ്ടോ കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടല്ല, വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുത്ത പൊട്ടി ശ്രീരാമലു 65-ാം ദിവസം മരണമടയുകയുണ്ടായി. അത് വെള്ളം പോലും കുടിക്കാതെയാണ്. അദ്ദേഹത്തിൻ്റെ കുടൽ പൊട്ടി. ജവഹർലാൽ നെഹ്റു എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം വെള്ളം പോലും കുടിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യത്തിൽ ഒപ്പിടാതെ, ഈ വിഭജനത്തിന് അനുകൂലമായി ഒപ്പിടാതെ വെള്ളം പോലും കുടിക്കില്ല എന്ന് നിർബന്ധം പറഞ്ഞ് 65-ാം ദിവസം അന്തരിച്ച ഒരു ഉപവാസത്തിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ ഞങ്ങൾ ആരോടും ആവശ്യപ്പെടാറില്ല. അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? പെട്ടെന്ന് ഞങ്ങൾ പറയും 24 മണിക്കൂർ. അല്ല, തലേ ദിവസത്തെ അത്താഴം കഴിച്ചാൽ പിന്നെ അന്നത്തെ ആഹാരം തീർന്നല്ലോ. പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് വരെയുള്ള സമയവും കൂടി കണക്കാക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയുമ്പോൾ 36 മുതൽ 42 മണിക്കൂർ വരെ സമയം നമുക്ക് കിട്ടും. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കരിക്കിൻ വെള്ളമോ പരമാവധി തേൻ വെള്ളമോ കൂടി കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉപവാസം നൽകാറുള്ളത്. കാരണം തേൻ വെള്ളവും കരിക്കിൻ വെള്ളത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2-ാം ലോകമഹായുദ്ധം നടന്നപ്പോൾ ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കാനില്ലാതിരുന്നത് കൊണ്ട് നേരിട്ട് കരിക്കും വെള്ളം ഇഞ്ചക്ഷനായി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ദഹനം, ശരീരത്തിൻ്റെ ഒരു എഫേർട്ട്, ജോലി അല്ലെങ്കിൽ ജോലി ഭാരം ഒഴിവാക്കുവാൻ സഹായിക്കുന്ന, ഉപവാസത്തിൻ്റെ നിയമത്തിൽ അതുള്ളതാണല്ലോ, ജോലി ഭാരം എല്ലാ രീതിയിലും ഒഴിവാക്കണമെന്ന്, അതിനുപകരിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഈ കരിക്കിൻ വെള്ളമോ അല്ലെങ്കിൽ തേൻ വെള്ളമോ കൂടി പരമാവധി കൊടുക്കുന്നത്. അതിനപ്പുറം ജ്യൂസുകളെക്കുറിച്ച് ആലോചിക്കാതിരുന്നാൽ ഉപവസിക്കുന്നവർക്ക് ഗുണം. അതുകൊണ്ട് അത്രയും മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളമോ കരിക്കിൻ വെള്ളമോ തേൻ വെള്ളമോ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഉപവാസത്തിന് തയ്യാറാവുക. 1 മുതൽ എത്ര ദിവസമാണോ ആവശ്യം അതിൽ സന്തോഷം കണ്ടെത്തുക. കാരണം അതൊരിക്കലും അപകടകരമല്ല, വളരെ സുരക്ഷിതമാണ്.
സുരക്ഷിതമായി നമുക്ക് രോഗസൗഖ്യം നേടുന്നതിനുള്ള ഒരു മാർഗമായി നമുക്ക് ഉപവാസത്തെ കാണാൻ പറ്റും. എന്ത് കുടിച്ചുകൊണ്ടാണ് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര ദിവസത്തേക്കാണ് കണ്ടിന്യൂസ് ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം ഉപവാസത്തെ സമീപിക്കുവാൻ. എന്തായാലും എനിക്ക് അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഒരിക്കലും അപകടകരമല്ലാത്ത ശരിയായ അറിവോടുകൂടി മാത്രം സമീപിക്കുമ്പോൾ ഏറ്റവും സുരക്ഷിതവും രോഗനിവാരണത്തിന് സഹായിക്കുന്നതുമാണ്. ഇനി രോഗപ്രതിരോധത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫെക്ഷ്യസ് ഡിസീസസ് അല്ലെങ്കിൽ നമ്മൾ എപ്പിഡമിക്സ്, പാൻഡമിക്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഗങ്ങളെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങളുടെ പ്രതിരോധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആൽക്കലൈൻ ഫുഡ്, ആൽക്കലൈൻ ജ്യൂസ് തെറാപ്പി, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഫാസ്റ്റിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ രോഗത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടി ശരീരത്തെ പ്രിപ്പയർ ചെയ്യാൻ ടോക്സിക് സാന്നിധ്യമില്ലാതെ, ടോക്സിമിയയുടെ സാന്നിധ്യമില്ലാതെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുവാനുള്ള സാഹചര്യം ഒഴിവാക്കുവാൻ എല്ലായ്പ്പോഴും നല്ലതാണ് ഉപവാസം. ലഘു ഉപവാസം, അതായത് 1 to 3 days ഫാസ്റ്റിംഗ് എടുത്ത് നമുക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നതിനെ തടയുവാൻ, പ്രതിരോധിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതും ഉറപ്പാണ്. ഉപവാസത്തിന് എങ്ങനെ ഒരു വ്യക്തിയെ തയ്യാറാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരവ് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതായത് മാനസികമായി തയ്യാറുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു സുപ്രഭാതത്തിൽ ഉപവാസം തുടങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷേ മാനസികമായി തയ്യാറല്ല എങ്കിൽ ആ വ്യക്തിയെ മാനസികമായി തയ്യാറാക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഫിസിഷ്യന് ഉണ്ട്. അതുപോലെ തന്നെ ആഹാരം, ഈ വളരെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് ശീലിച്ചിട്ടുള്ളവർ, മദ്യപാന ശീലമുണ്ടായിരുന്നവർ, പുകവലി ശീലമുണ്ടായിരുന്നവർ, അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉപവാസത്തിന് വിധേയരാക്കുന്നതിന് പകരം അവർക്കൊരു മോഡറേറ്റ് ഡയറ്റ് കൊടുത്തൊരു 3 ദിവസമൊക്കെ നാച്ചുറോപ്പതിക് ഡയറ്റ് അല്ലെങ്കിൽ പ്രകൃതി ജീവനത്തിന് സഹായകരമായ രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് അവരെ ഒന്ന് ശാന്തരാക്കിയിട്ട് ഉപവാസം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പ്രമേഹ രോഗികൾ ഉദാഹരണമായിട്ട് എടുക്കാം. സാധാരണഗതിയിൽ അവർക്ക് ഭക്ഷണം ഉപേക്ഷിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഭയങ്കര ആവേശമായിരിക്കും ആഹാരത്തോടുള്ള ആ ഒരു ആർത്തി, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിനോടുള്ള ആർത്തി ഒക്കെ ഉള്ളവരായിരിക്കും ചില പ്രമേഹ രോഗികൾ. അങ്ങനെയുള്ളവരെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും ആഹാര നിയന്ത്രണത്തിലൂടെയും ജലചികിത്സ, പ്രകൃതി ചികിത്സയിലുള്ള മണ്ണ് ചികിത്സ, ഇതൊക്കെ പിന്നെ വെറ്റ് പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത്, ഇതൊക്കെ കൊടുത്ത് ശരീരത്തിൻ്റെ ആ ഒരു ഉഷ്ണം അല്ലെങ്കിൽ തീക്ഷ്ണമായ ഉഷ്ണാവസ്ഥ അത് കുറച്ച് കൊണ്ടുവരികയും പിന്നീട് അവരെ ഉപവാസത്തിലേക്ക് നയിക്കുവാൻ പറ്റുകയും ചെയ്യും. എനിക്ക് അനുഭവമുള്ളൊരു കേസ് പറയാം. ഒരു പ്രമേഹ രോഗി, അദ്ദേഹത്തിന് ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒന്നുകിൽ കൂജയുടെ കൊടുക്കുക അല്ലെങ്കിൽ കുടത്തയുടെ കൊടുക്കുക, അത് കമഴ്ത്തി കുടിക്കുകയും ദേഹത്തൊഴിക്കുകയും, അത്ര ചൂടാണ് അദ്ദേഹത്തിന്, എരിച്ചിൽ, പുകച്ചിൽ. അങ്ങനെ ഉണ്ടായിരുന്നൊരു വ്യക്തി. അദ്ദേഹത്തെ പോലൊരു 10-15 ദിവസം ഞങ്ങൾ ഡയറ്റ് കൊടുത്ത് നിയന്ത്രിച്ച് നിർത്തിയതിന് ശേഷം ഉപവാസം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഉപവാസം എന്ന് പറയുന്നത് ഏതെങ്കിലും രോഗത്തിന് പാടില്ലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രോഗത്തിന് മാത്രം ഗുണമുള്ളതോ എന്നോ ഇല്ല. ഇത് ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന്, രോഗകാരണമായിട്ടുള്ള മാലിന്യങ്ങളെ വിസർജിക്കുന്നതിന്, അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതൽ ആക്ടിവേറ്റ് ആക്കി നിലനിർത്തുന്നതിന്, പിന്നെ രോഗചികിത്സയ്ക്കും ആയിട്ട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഏത് രോഗാവസ്ഥയിലും നമുക്ക് ഉപവാസം കൊടുക്കാൻ പറ്റും. പക്ഷെ രോഗിയുടെ അവസ്ഥ നോക്കി മാത്രമേ ഉള്ളൂ ഉപവാസത്തിൻ്റെ രീതിയും ഉപവാസത്തിൻ്റെ ദൈർഘ്യവും നിശ്ചയിക്കാവൂ. അതിന് അനുഭവസ്ഥനായ ഒരാളുടെ സഹായം പ്രത്യേകിച്ച് ആദ്യ ഉപവാസത്തിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഉപവാസം നിർത്തുന്നത്, അതിനെക്കുറിച്ചൊരു ചൊല്ലുണ്ട്, ഫാസ്റ്റിംഗ് ഈസ് ഈസി ബട്ട് ബ്രേക്കിംഗ് ദി ഫാസ്റ്റ് ഈസ് ഡിഫിക്കൽട്ട്. കാരണം പലരും ഇങ്ങനെ ആഹാരം കഴിക്കാത്തത് വലിയൊരു ത്യാഗമാണ്, എനിക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഉടനെ കഴിക്കണം എന്നുള്ള ആഗ്രഹം, അത് ആ കൗൺസിലിങ്ങിൻ്റെ കുറവുകൊണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പിൻ്റെ കുറവ് കൊണ്ടാണ്. കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്നവരായിരിക്കും. മറ്റു ചിലർക്ക് സാഹചര്യങ്ങൾ, ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർ കഴിക്കുന്ന കാണുമ്പം ഈ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പം പെട്ടെന്ന് തന്നെ ഇത് എരിവും മസാലയൊക്കെ ചേർത്ത ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയോ അല്ലെങ്കിൽ കാപ്പിയും ചായയൊക്കെ കുടിക്കണമെന്ന് തോന്നുകയോ ഒക്കെ ചെയ്തേക്കാം. ചോറുണ്ണണം അങ്ങനെയല്ല. ഉപവാസം നിർത്തുമ്പോൾ ദീർഘോപവാസമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കരിക്കിൻ വെള്ളവും തേൻ വെള്ളവും കുടിച്ചുകൊണ്ടാണെങ്കിൽ ആദ്യം ഫ്രൂട്ട് ജ്യൂസുകൾ കൊടുക്കും. ഒരു നേരമോ ഒരു ദിവസമോ 1-2 ദിവസമോ അല്ലെങ്കിൽ കഴിയുന്നത്ര രോഗി സമ്മതിക്കുന്ന ദിവസത്തോളം ജ്യൂസ് ഫാസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയും അതിനുശേഷം ഫ്രൂട്ട്സ്
ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള, പ്രത്യേകിച്ചും ആൽക്കലൈൻ അല്ലെങ്കിൽ സബ് ആസിഡ് ലെവലിൽ വരെയുള്ള ഫ്രൂട്ട്സ്, സിട്രസ് ഫ്രൂട്ട്സ് കൊടുക്കുന്ന, ഹൈലി ആസിഡിക് ആയിട്ടുള്ളതല്ല, അല്ലാത്ത ഫ്രൂട്ട്സ്, ആൽക്കലൈൻ ഫ്രൂട്ട്സ്, ഇതൊക്കെ മാത്രം കൊടുത്തുകൊണ്ടായിരിക്കും ഉപവാസത്തിൻ്റെ സെക്കൻഡ് സ്റ്റേജ്, ബ്രേക്ക് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റേജ്. പിന്നീട് ആ കൂട്ടത്തിലേക്ക് റോ വെജിറ്റബിൾസ്, സാലഡ്സ് ഇതൊക്കെ ആഡ് ചെയ്യും. പിന്നെ കുക്ക്ഡ് വെജിറ്റബിൾസ്, നമ്മുടെ അവിയൽ തോരൻ പോലെയുള്ള കുക്ക്ഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യും. അതിനുശേഷമാണ് ചോറോ ചപ്പാത്തിയോ പോലുള്ള ഇത് കൊടുക്കുന്നത്. പിന്നെ സാധാരണ വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കറികളും ഒക്കെ ചേർത്ത് ചോറും ചപ്പാത്തിയും കഴിക്കുന്ന അവസ്ഥയിലേക്ക് വരാം. ഇതിൻ്റെ കൂടെ മറ്റേതെങ്കിലും ചികിത്സകളുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതുണ്ട്. ഫാസ്റ്റിംഗ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും കൂടി പറയട്ടെ. അതായത് ഉപവാസ ദിവസങ്ങളിൽ നമുക്ക് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഒന്ന്, പച്ചവെള്ളത്തിൽ നനച്ച ഒരു ഇച്ചിരി കട്ടിയുള്ള ടർക്കി ടവൽ പോലെയുള്ള എന്തെങ്കിലും ഒരു തുണി വയറിൻ്റെ വലിപ്പത്തിൽ മടക്കിയെടുത്തിട്ട് നനച്ച് പകുതി പിഴിഞ്ഞ്, വെള്ളം ഇറ്റ് വീഴണ്ട ആ രീതിയിൽ പകുതി പിഴിഞ്ഞിട്ട് വയറിനും മറ്റൊരു ചെറിയ തുണി മടക്കിയെടുത്തിട്ട് നെറ്റിക്കും ഇട്ടുകൊണ്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ പരമാവധി 15 മിനിറ്റ് ഒരു ദിവസത്തിൽ 3-4 തവണ അങ്ങനെ കിടക്കുന്നത്, വിശ്രമിച്ച് കിടക്കുന്നത് നല്ലതാണ്. ആ നെറ്റിക്ക് തുണി ഇടുമ്പോൾ കണ്ണും കൂടി അടച്ചിട്ട് കണ്ണും കവർ ചെയ്യത്തക്ക രീതിയിൽ, കണ്ണിലും കൂടി തണുപ്പ് കിട്ടത്തക്ക രീതിയിൽ ആ ടവൽ നനച്ചിടുക. വയറിനും തുണി നനച്ചിട്ടുകൊണ്ട് 10 അല്ല 15 മിനിറ്റ് മതി. അങ്ങനെ ദിവസത്തിൽ 3-4 തവണ ചെയ്യുന്നത് വളരെ റിലാക്സേഷൻ, ഫിസിക്കലായിട്ടുള്ള റിലാക്സേഷനും അതുപോലെ തന്നെ ബ്രെയിനിനും മൈൻഡിനും റിലാക്സേഷനും കിട്ടുന്ന കാര്യമാണ് ഈ വെറ്റ് പാക്ക് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ വെറും വെള്ളം ഉപയോഗിച്ചുള്ള എനിമ എടുക്കുന്നതുകൊണ്ട് തിരക്കേടില്ല. ഒരു 8 ഔൺസ് അല്ലെങ്കിൽ 10 ഔൺസ് വെള്ളമേ മാക്സിമം ഞങ്ങൾ എനിമയ്ക്ക് അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ശുദ്ധജലം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വെള്ളവും ഉപയോഗിക്കാം. പേടിയുണ്ടെങ്കിൽ തിളപ്പിച്ചാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പം ആ വെള്ളം ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അത് എനിമ കപ്പ്, അതിന് ഒരു ട്യൂബും നോസിലും ഉണ്ട്. ആ നോസിലേൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നമുക്കിത് മലദ്വാരത്തിലേക്ക് പ്രവേശിപ്പിച്ച് വെച്ചെന്നാൽ ഈ ഗ്ലാസ് ഉയർത്തിപ്പിടിച്ചാൽ അല്ലെങ്കിൽ ഒരാണിയാൽ തൂക്കിയിട്ടെന്നാൽ ഈ വെള്ളം മുഴുവൻ വയറ്റിലേക്ക് കയറിക്കോളും. ഒരു 8 ഔൺസ് അല്ലെ 10 ഔൺസ് വെള്ളം. അത് നമ്മുടെ കുടലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് മാത്രമേ എത്തിപ്പെടുകയുള്ളൂ, അല്ലാതെ മുകളിലേക്കൊന്നും കയറി വരികയില്ല. അതൊരു 5 അല്ലെ 10 മിനിറ്റ് സമയം ഇതെടുത്ത് കഴിഞ്ഞിട്ട്, ഈ വെള്ളം കയറാൻ 1-2 മിനിറ്റ് മതി, അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് വരെ പറ്റുമെങ്കിൽ ഇത് ഉള്ളിൽ റിട്ടൈൻ ചെയ്യണം. ആ സമയത്ത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വയറ് തടവി കൊടുക്കാം, അല്ലെങ്കിൽ മലർന്ന് കിടന്നിട്ട് കാല് മടക്കുകയും നിവർക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കമിഴ്ന്ന് കിടന്നിട്ട് ഇടത്തോട്ടും വലത്തോട്ടും ചെറുതായിട്ട് ഇങ്ങനെ ഉരുളുന്ന മാതിരി ഉള്ള എക്സസൈസ് പോലെ ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ക്ലോക്ക് വൈസ് ആയിട്ട് വയറ് തടവി കൊടുക്കുക, ടോയ്ലറ്റിൽ പോയി ക്ലിയർ ചെയ്യുക. അപ്പം അങ്ങനെ തുണി നനച്ചിടുന്നതും എനിമ എടുക്കുന്നതും നല്ലതാണ്. പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള യോഗ അറിയാവുന്നവരാണെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, അത്രമാത്രം. ഒരു ഫാസ്റ്റ് നമ്പേഴ്സും പാടില്ല. ആദ്യമേ പറഞ്ഞു ഫിസിക്കൽ റെസ്റ്റ്. അത് യോഗയുടെ പേരിലാണെങ്കിൽ പോലും ഇപ്പോൾ ചക്രാസനം, ഹലാസനം അതൊന്നും ആ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതിന് ഒരു വളരെ ലൈറ്റായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ബ്രീതിങ് എക്സസൈസ്, പ്രാണായാമ, മെഡിറ്റേഷൻ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും ചെയ്യാം. അത് കൂടുതൽ നല്ലതായിരിക്കും, ഉപവാസം കൂടുതൽ ഫലപ്രദമാകുവാൻ.